നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പെണ്ണ് ധൈര്യമുള്ളവളാണെങ്കിൽ അതിന് കാരണം അവളുടെ അനുഭവങ്ങളാണ്. പെണ്ണ് സന്തോഷം നിറഞ്ഞവളാണെങ്കിൽ അതിന് കാരണം അവളുടെ തീരുമാനങ്ങളാണ്. പെണ്ണ് തലയുയർത്തി നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം അവളുടെ സ്വന്തം വരുമാനമാണ്. നടി ഖുഷ്ബുവിന്റെയും മകൾ അവന്തികയുടെയും ചില വിഷയങ്ങളോടുള്ള പ്രതികരണവും ഈ അടുത്ത സമയത്ത് അവരെ ചുറ്റിപ്പറ്റിയുണ്ടായ ചില അനുഭവ കഥകളുമാകട്ടെ ഈ എപ്പിസോഡ്. ഞാൻ കുറച്ചു നാളുകൾക്ക് മുൻപ് ഡെന്നീസ് ജോസഫിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ കട്ട്കട്ട് എന്ന പ്രസിദ്ധീകരണത്തിൽ പഴയകാല നടി ഖദീജയുടെ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു. മലയാള സിനിമയിൽ കിടപ്പറ പങ്കിടാത്ത നായികമാരുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു എന്നതായിരുന്നു അത്. എന്നാൽ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്റെ പേരും ചിത്രവും വെച്ച് ഒപ്പം ഖദീജ ചോദിച്ച ചോദ്യം തലക്കെട്ടായി കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്നു. ഇത് കണ്ട എനിക്ക് പരിചയമുള്ള പല നടിമാരും എന്നെ വിളിച്ച്, അഷ്റഫ് ഖാൻ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? എല്ലാ നടിമാരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സിനിമാ സംഘടനകളിലെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് എന്റെ അഭിപ്രായമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിലർ പ്രചരിപ്പിച്ചിരുന്നു. എന്തായാലും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ ഇട്ട ഈ പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ നൂറുകണക്കിന് കമന്റുകളും അവർക്കൊക്കെ പണം കിട്ടുകയും ചെയ്തു. ഞാനായിട്ട് ഒരാളുടെ സ്വകാര്യ ജീവിതം ചികഞ്ഞു പോവുകയോ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചു പറയുന്നതോ അല്ല. എന്നാൽ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില വിഷയങ്ങളിൽ ഞാനും അഭിപ്രായം പറഞ്ഞെന്ന് വരാം. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഈ വ്യക്തികൾ തന്നെ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള സംഗതികളുമായിരിക്കും. അതേപോലെ ഈയിടെ തമിഴ്നാട്ടിൽ നിന്നും നടി ഖുഷ്ബുവിനെതിരെ ഒരു അപവാദം ഉയർന്നു കേട്ടിരുന്നു. അത് അവരുടെ ഭർത്താവായ സുന്ദർ സിയുമായുള്ള വിവാഹത്തെ സംബന്ധിച്ചായിരുന്നു. നടി ഖുഷ്ബുവിനെ സുന്ദർ സി വിവാഹം ചെയ്തതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞ് തമിഴിലെ യൂട്യൂബറായ പാണ്ഡ്യൻ രംഗത്തെത്തി. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പെൺകുട്ടികളുടെ മാതാവുമായി സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും ജീവിതം മുന്നോട്ട് നീങ്ങുകയും ഖുഷ്ബുവിന് ഏതാണ്ട് 57 വയസ്സ് പിന്നിട്ടപ്പോഴാണ് പാണ്ഡ്യൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതെന്ന് ഓർക്കുക. അതെന്താണെന്ന് വെച്ചാൽ, ഭർത്താവായ സുന്ദർ സി പണ്ട് ഖുഷ്ബുവിനെ പ്രണയിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഖുഷ്ബുവിനെ ഉപേക്ഷിച്ച് മുങ്ങി നാട് വിട്ടുപോയി. അങ്ങനെ ഖുഷ്ബു ആകെ തകർന്ന മനസ്സുമായി കഴിയുമ്പോൾ ഒളിവിലായിരുന്ന സുന്ദർ സിക്ക് ഒരു ഫോൺ കാൾ വരുന്നു. ബോംബെയെയും ദുബായിയെയും വിറപ്പിക്കുന്ന അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമായിരുന്നു മറുതലയ്ക്കൽ. എന്താടോ, എന്റെ കുടുംബത്തിലെ പെണ്ണിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞോ? ഇത്രയും കേട്ടപ്പോൾ തന്നെ സുന്ദർ സി ഭയന്നു വിറച്ചു. അതോടെ ഖുഷ്ബുവിനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു. പുതിയ ചിന്തന എന്ന TV പേജിലാണ് പാണ്ഡ്യന്റെ ഈ അഭിമുഖം വന്നത്. ഈ വാർത്ത കണ്ട് കോപാകുലയായ ഖുഷ്ബു അയാളുടെ വീഡിയോയ്ക്കടിയിൽ നേരിട്ടെത്തി മറുപടി കൊടുത്തു. ഈ ഡാഷ് മകനെ, ഡാഷ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുക. ഈ ഡാഷ് മോനെ ഞാൻ നടു റോഡിലിട്ട് തല്ലേണ്ടിയിരിക്കുന്നു. ഉറപ്പായും ഞാൻ ഇവനെ ചെരുപ്പൂരി അടിക്കും. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവനോട് എന്റെ മുൻപിൽ വരാൻ പറയൂ. ഇത് തമിഴ്നാട്ടിലെങ്ങും വലിയ വാർത്താ പ്രാധാന്യത്തോടെ പ്രചരിച്ചു. തന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ വെട്ടിത്തുറന്നു പറയുന്ന സ്വഭാവമാണ് ഖുഷ്ബുവിന്റേത്. നടൻ പ്രഭുവുമായി 4.5 വർഷം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ജീവിച്ചതിനെ കുറിച്ചും അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് തന്റെ പിതാവിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചും യാതൊരു മടിയുമില്ലാതെ അവർ പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബോംബെയിൽ നിന്നുള്ള ഹിന്ദി നടിമാർ തമിഴകത്ത് വന്ന് വേരുറപ്പിക്കുന്നതിന് ആരംഭം കുറിച്ച നടി ഖുഷ്ബു ആണെന്ന് തന്നെ പറയാം. അവരെ പിന്തുടർന്നു വന്ന നടിമാരായ മനീഷ കൊയ്രോള, തബു, നഗ്മ, ശില്പ ഷെട്ടി, പൂജ ഭട്ട് എന്നിവർക്കാർക്കും തന്നെ ഖുഷ്ബുവിനെ പോലെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നടിയോടുള്ള ആരാധന മൂത്ത് അവരെ അതിൽ പ്രതിഷ്ഠിച്ച് അമ്പലം പണിഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായി ഖുഷ്ബുവിന് വേണ്ടിയായിരുന്നല്ലോ. എന്നാൽ അതേ ആളുകൾ തന്നെ ആ അമ്പലം തല്ലി തകർത്തത് ആ അമ്പലത്തിലെ പ്രതിഷ്ഠയുടെ വായിൽ നിന്നും പുറപ്പെടുവിച്ച ഒരു വാചകം മൂലമാണ്. പെൺകുട്ടികൾ വിവാഹത്തിന് മുൻപും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞതായിരുന്നു ആ വാചകം. അതിനെതിരെ സ്ത്രീകൾ തെരുവിലിറങ്ങി. ഖുഷ്ബുവിന് വീടിന് ചുറ്റും കുറ്റിച്ചൂലുമായി സ്ത്രീകൾ അണിനിരന്നു. രാഷ്ട്രീയക്കാരും മതസംഘടനകളും ഖുഷ്ബുവിനെതിരെ
അമ്പലത്തിലെ പടവാൾ എടുത്തു. അതോടെ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയായ ഖുശ്ബു ദേവി വെറും മൂദേവിയായി അങ്ങ് മാറി. ഈ വിഷയത്തിൽ ഖുശ്ബുവിനെതിരെ നിരവധി കോടതികളിൽ കേസുകൾ കുമിഞ്ഞുകൂടി. ഒടുവിൽ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതിയുടെ ഒരു ചോദ്യത്തോടെ കേസുകളെല്ലാം വാനിഷായി, നിഷ്ക്രിയമായി. കോടതി ചോദിച്ചു, വിവാഹത്തിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് കുഴപ്പം? ഖുശ്ബു ഒരു പൊതുസമ്മേളനത്തിലെ പ്രസംഗമധ്യേ ഒരു മോശം കാര്യത്തെ ചേരി ഭാഷയോട് ഉപമിച്ചത് ചേരിവാസികളുടെ പ്രതിഷേധത്തിനിടവരുത്തി. അതിൽ നിന്നും ഖുശ്ബു തടിയൂരിയത് രസകരമായ ഒരു സംഗതിയിലൂടെയാണ്. താൻ ഉപയോഗിച്ച ചേരി എന്ന പദം ഫ്രഞ്ച് ഭാഷയിലുള്ളതാണ്. അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൾ എന്നാണെന്നാണ് അവർ സമർത്ഥിച്ചത്. ഖുശ്ബുവിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖുശ്ബു കയറി ഇറങ്ങാത്ത രാഷ്ട്രീയ പാർട്ടികൾ തമിഴ്നാട്ടിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുതുതായി രൂപം കൊണ്ട വിജയിയുടെ പാർട്ടിയിലേക്കും ഒരു എത്തിനോട്ടം നടത്തിയിട്ടുണ്ട്. താമസിയാതെ അതിലേക്കും കടന്നു ചെല്ലാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഖുശ്ബുവിന്റെ ഭർത്താവും നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെയായ സുന്ദർ സി ഇക്കഴിഞ്ഞ തമിഴ്നാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. മധുരയിലെ മൈലം മണ്ഡലത്തിൽ നിന്നുമായിരുന്നു അദ്ദേഹം മത്സരിച്ചത്. AIADMKയുമായി സഖ്യത്തിലുണ്ടായിരുന്ന PNKയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. പാലക്കാട് MLA രമേശ് പിഷാരടി പറഞ്ഞതുപോലെ സുന്ദർ സിയും പറഞ്ഞു, ഞാൻ വിജയിച്ചാൽ സിനിമാ രംഗം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ജനസേവനത്തിനായി മാറ്റിവെക്കുമെന്ന്. എന്തായാലും അദ്ദേഹത്തിന് അത് വേണ്ടി വന്നില്ല. അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു സുന്ദർ സി. അപ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ എതിർകക്ഷികൾ ഒരു വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു. താൻ ജയിച്ചാൽ മീനാക്ഷി അമ്മൻ കോവിലിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കും. അതിനുവേണ്ടി ഇവിടെയുള്ള എല്ലാ ഇറച്ചിക്കടകളും ഞാൻ അടച്ചു പൂട്ടിക്കും. അതോടെ ഇറച്ചി ഭക്ഷണം കഴിക്കുന്ന വിജയിയുടെ സ്ഥാനാർത്ഥി വമ്പൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. സുന്ദർ സിക്ക് വലിയൊരു ഭാഗ്യം വന്നു ചേർന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച ആളാണ് അദ്ദേഹം. രജനീകാന്തും കമലഹാസനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചഭിനയിക്കുന്ന തലേവൻ 173 എന്ന ചിത്രത്തിന്റെ സംവിധായകനായി നിശ്ചയിച്ചിരുന്നത് സുന്ദർ സിയെ ആയിരുന്നു. എന്നാൽ ആ ചിത്രത്തിന്റെ വ്യാപ്തിയും രജനിയും കമലും ഉണ്ടാക്കുന്ന സമ്മർദ്ദവും മൂലം ഓവർ ടെൻഷൻ എടുക്കാൻ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. ഇനി ഖുശ്ബുവിന്റെ കാര്യമെടുത്താൽ അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണെങ്കിൽ ചിന്നത്തമ്പിയിലെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. അരച്ച ചന്ദനം അണക്കും കുങ്കുമം അഴക് നെറ്റിയിലെ എന്ന ഗാനമാണത്. ഈ ഗാനത്തെ അന്വർത്ഥമാക്കും വിധമുള്ള മുഖ സൗന്ദര്യമുള്ള നടിയായിരുന്നു ഖുശ്ബു. അത്രത്തോളം സൗന്ദര്യം ഖുശ്ബുവിന്റെ 2 പെൺമക്കൾക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ സംശയം നമുക്ക് അവർ കുട്ടികളായിരുന്നപ്പോൾ തോന്നിയിരുന്നതാണ്. അങ്ങനെ തോന്നാനുള്ള കാരണം വലിയ വണ്ണവും നീളവും ഒക്കെ ആയിരുന്നു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് മൂത്തമകൾ അവന്തികയ്ക്ക്. എന്നാൽ അവന്തിക ഇപ്പോൾ അമ്മയെ പോലെ അതിസുന്ദരിയായി സിനിമാ അഭിനയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതും ഒരു മലയാള സിനിമയിലൂടെ. അവന്തികയുടെ അഭിനയത്തിന് ആരംഭം കുറിക്കുന്ന ചിത്രത്തിന്റെ പേര് ആരംഭം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ തുടക്കം കുറിക്കുന്ന ചിത്രത്തിന്റെ പേര് തുടക്കം എന്ന് തന്നെയാണ്. ആരംഭവും തുടക്കവും ഈ വർഷം തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അവന്തിക സുന്ദർ ലണ്ടനിൽ പോയി അഭിനയത്തിൽ ബിരുദം നേടിയെങ്കിൽ വിസ്മയ മോഹൻലാൽ തായ്ലൻഡിൽ പോയി മാർഷൽ ആർട്സിലാണ് പരിശീലനം നേടിയത്. ഈ 2 പേരുടെയും ചിത്രങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാധകർ. ഇവർ 2 പേരുടെയും അഭിനയ രംഗത്തേക്കുള്ള കടന്നുവരവിന് പ്രത്യേകതകളുണ്ട്. വിസ്മയ തന്റെ അച്ഛന്റെ നിർമ്മാണ കമ്പനിയിലൂടെയാണ് കടന്നു വന്നതെങ്കിൽ അവന്തിക തന്റെ അച്ഛന്റെയും അമ്മയുടെയും ശുപാർശകളിലൂടെയോ നിർമ്മാണ കമ്പനികളിലൂടെയോ കടന്നു വരുന്നതിന് തീരെ താല്പര്യമുള്ള കുട്ടിയായിരുന്നില്ല. തന്റെ കഴിവ് മനസ്സിലാക്കി ഏതെങ്കിലും സംവിധായകർ വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ എന്ന തീരുമാനത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവന്തിക പറയുന്ന മറ്റൊരു കാര്യം, തന്റെ അമ്മ ഇത്രയും വലിയ പോപ്പുലറായ ഒരു നടിയായിരുന്നു എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നാണ്. അമ്മയുടെ ഒരു ചിത്രം പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേ അവന്തിക തന്നെ പറയുന്നു, സുന്ദരിമാരായ നടികളെ സ്ക്രീനിൽ കാണുമ്പോൾ അഭിനയം തനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെന്ന്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ അവന്തിക ഇന്ന് ചിട്ടയായ വ്യായാമത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും അതിസുന്ദരിയായി രൂപമാറ്റം വരുത്തി അഭിനയ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. വിസ്മയയുടെ തുടക്കവും അവന്തികയുടെ ആരംഭവും വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.